നമസ്കാരം. ഞാനിപ്പോൾ കോഴിക്കോട് വെള്ളയിലുള്ള ഫിഷിംഗ് ഹാർബറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാർബർ പൂർണ്ണമായിട്ടും കാണിക്കാൻ വേണ്ടിയല്ല, ഹാർബറിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന പുലിമൂട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളയിൽ ഹാർബറിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഹാർബറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ്, അതുപോലെ തന്നെ ഇന്ന് ഏകദേശം ഒരു 4:30 മണി, വൈകുന്നേരം 4:30 മണിയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു ഹാർബർ ഈ സമയത്ത്. എന്നാലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നിർത്തിയിട്ടിരിക്കുന്ന ഫിഷിംഗ് ബോട്ട്, കിളികളുടെ കരച്ചിൽ, അപ്പോൾ അതുപോലെയുള്ള നല്ല കുറേ വിഷ്വൽസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഹാർബറിൻ്റെ ബീച്ചിൽ കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ട് സൈലൻ്റായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഇത് ഹാർബർ കാണാമെന്ന കുറച്ച് ആളുകൾ കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗങ്ങളുണ്ട് ഹാർബറിൻ്റെ. ഈ കാര്യമായിട്ട് മീനും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്കാണ് കൊണ്ടുപോവുക. നമുക്കെന്തായാലും വണ്ടി ഇവിടുന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. കാരണം വണ്ടി അവിടെ വെച്ച് സൈഡാക്കി വെച്ചിട്ട് വേണം നമുക്ക് നടന്നു വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെയും അതുപോലെ തന്നെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ തൊഴിലാളികൾ വലയുടെ പണിയൊക്കെ എടുക്കുന്നത് ഈ തീരത്ത് വെച്ചിട്ട് തന്നെയാണ്. ഇതുപോലെ വണ്ടികൾ വെച്ചിട്ട് ആളുകൾ സ്ഥലം കാണാനൊക്കെ വന്നതാണ്. ഈ നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ബീച്ചിൽ വന്ന ആളുകൾ ഹാർബറിലേക്ക് വരുന്ന കാഴ്ചയാണ്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത്, ആ ദൂരെ കാണുന്നതാണ് കോഴിക്കോട് ബീച്ച്. സാധാരണ നമ്മൾ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളും നമ്മൾ സാധാരണ വരുന്ന കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ദൂരെ കാണുന്നതാണ്. അവിടെ കച്ചവടങ്ങളും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. എന്തായാലും നമുക്ക് ഈ പുലിമൂടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും ആളുകൾ ഒരുപാട് പോകുന്നതുകൊണ്ട് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ചൂണ്ടയിടാൻ വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതുപോലെ റിലാക്സ് ചെയ്തിരിക്കാൻ വരുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കോഴിക്കോട് ബീച്ചിൻ്റെ ആ ബഹളത്തിലോ ഒന്നും നമ്മൾ അങ്ങനെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവാതെ നമുക്കൊന്നിങ്ങനെ ഒരു സൈലൻ്റായിട്ട് ഒറ്റയ്ക്കൊക്കെ ഇരിക്കണമെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി. ഇതുപോലെ തന്നെ കുറേ ബോട്ടുകൾ, പഴയ ബോട്ടുകൾ ഒക്കെ ഇവിടെ. ഒരുപാട് പേര് സൺസെറ്റ് കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. സൺസെറ്റ് ആവുന്നേ ഉള്ളൂ, സമയം കുറച്ചുകൂടെ ഉണ്ട്. പക്ഷേ ഭയങ്കര ഒരു ആംബിയൻസ്, ഭയങ്കര എന്താ പറയുക, പീസ്ഫുള്ളായിട്ടുള്ള, ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ബീച്ചിൽ. അങ്ങനെ നമ്മളെന്തായാലും വെള്ളയിൽ ഹാർബറിൻ്റെ കവാടം കടന്ന് തിരിച്ച് റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിലൂടെ വേണം നമുക്ക് വണ്ടി പുറത്തേക്ക് എത്തിക്കാൻ, എന്നിട്ട് ബീച്ചിലേക്ക് പോകാം. ഇത് കണ്ടോ, ഇത് ബീച്ചിലെ രാത്രിയുള്ള വ്യൂ ആണ്. നല്ല രസമാണ്, നല്ല തിരക്കുമാണ്. അപ്പം നമുക്ക് ബീച്ചിലെ രാത്രിയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ.
അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. താൽക്കാലികമായിട്ടുള്ളൊരു സെറ്റപ്പ് ആണെങ്കിലും ഒരു ഞായറാഴ്ച വളരെ മനോഹരമായിട്ട് നമുക്കിവിടെ എൻഗേജ് ചെയ്ത് അങ്ങ് പോകാൻ പറ്റും. അപ്പോൾ കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പെട്ടിക്കടകളെല്ലാം മാറി ഇതുപോലെയുള്ള സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള കടകൾ വരും. പഴയതിനേക്കാളും കുറേയും കൂടെ സുന്ദരമായിരിക്കും, മനോഹരമായിരിക്കും കോഴിക്കോട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് എൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കാം. അതെല്ലാം ക്ഷമിച്ച് പുറത്ത് എന്നെ കൂടെ കൂട്ടണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ബായ്.